ദീർഘദൂര ഓട്ടക്കാരുടെ സ്വപ്നമായ വേൾഡ് മാരത്തൺ മേജേഴ്സ് ഓടിത്തീർത്ത ഖത്തർ മലയാളി. പാലക്കാട് പട്ടാമ്പി സ്വദേശി അബ്ദുൽ നാസറാണ് വേൾഡ് മേജേഴ്സ് പട്ടം സ്വന്തമാക്കിയത്. ഈ മാസം ആദ്യം ന്യൂയോർക്കിൽ നടന്ന മാരത്തണിലാണ് അബ്ദുൽ നാസർ വേൾഡ് മേജേഴ്സ് പട്ടത്തിന് അവകാശിയായത്. അപൂർവം ഇന്ത്യക്കാർ മാത്രം സ്വന്തമാക്കിയ നേട്ടം. അതിൽ 3 US തന്നെയാണ്. ബോസ്റ്റൺ, ഷിക്കാഗോ, പിന്നെ ഇപ്പോൾ ന്യൂയോർക്ക്, പിന്നെ ബെർലിൻ, ടോക്കിയോ, ലണ്ടൻ, ഇങ്ങനെ 6 ഈ 6 വേൾഡ് മേജർ മാരത്തോൺസ് എന്ന് പറയും. അപ്പോൾ ഇത് ഓർഗനൈസ് ചെയ്യുന്നത് അബൌട്ട് വേൾഡ് മേജർ മാരത്തോൺസ് എന്ന് പറഞ്ഞ ആ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിലോട്ട് എല്ലാവരും ഒരു ഡ്രീമാണ്, ഓട്ടക്കാരുടെ ഒക്കെ ഒരു ഡ്രീമാണ് ഇത് ഓടുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എൻട്രി കിട്ടാൻ കുറച്ച് ടഫാണ്. പിന്നെ ഇതിൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് 50,000 മുകളിലെ ആളുകളാണ് ഈ ഓരോ മാരത്തോണിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ലോകം മുഴുവനും ഓരോ സിറ്റീസിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഡിഫറെൻറ്റ് വേൾഡിലുള്ള പല പല സ്ഥലങ്ങളിൽ നടക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇതിനുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ നിന്നും പുരുഷ വനിതാ വിഭാഗങ്ങളിലായി 146 പേർ മാത്രമാണ് ഈ 6 മാരത്തണുകളും പൂർത്തിയാക്കി ഹാൾ ഓഫ് ഫെയിമിന് അവകാശികളായിട്ടുള്ളത്. 2022 ബോസ്റ്റണിൽ തുടങ്ങിയ ശ്രമം 2 വർഷം കൊണ്ടാണ് അബ്ദുൽ നാസർ പൂർത്തിയാക്കിയത്. 2012-13 നടക്കാൻ പോയിരുന്നു. പിന്നെ ഓട്ടത്തിലോട്ട് പോയി, അങ്ങനെ മാരത്തോൺ ഓടി തുടങ്ങി. 2015 ആദ്യത്തെ മാരത്തോൺ ഓടുന്നു. പിന്നെയാണ് ഈ ട്രയത്തിലോട്ട് പോയിട്ട് ഐറൺമാൻ ചെയ്യുന്നു. അതിനുശേഷമാണ് മൗണ്ടനിയറിങ് മൗണ്ട് എവറസ്റ്റിലോട്ട് പോകുന്നത് 2019. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തോന്നി കുറച്ച് ഇങ്ങനൊരു റിസ്ക് എടുക്കുന്നത് കുറച്ച് കുറക്കാം. ഈ പ്രോബബിലിറ്റി തിയറി ഉണ്ടല്ലോ, എല്ലാ വർഷവും ഒരുപാട് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും അതങ്ങ് നമ്മളുടെ ഫേവർ ആയിക്കോണമെന്നില്ല. അപ്പോൾ മൗണ്ട് എവറസ്റ്റ് കഴിഞ്ഞതിന് ശേഷം വിചാരിച്ചു നമ്മളാ പഴയ ബേസിക്സിലോട്ട്, ആ ഓട്ടത്തിലോട്ട് കുറച്ച് കാലം പോകാമെന്ന്. പിന്നെ കോവിഡ് വന്നു, 2 വർഷം എല്ലാം സ്റ്റോപ്പായി. അങ്ങനെ അതിനുശേഷമാണ് വീണ്ടും മാരത്തോണിൽ തുടങ്ങുന്നത്. ട്രാക്കിൽ മാത്രമല്ല നാസറിന്റെ മികവ്. 2019 ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റിനെ കാൽക്കീഴിലാക്കി. ഓട്ടത്തിലെ സ്വപ്നദൂരങ്ങൾ താണ്ടിയതോടെ പുതിയ ഉയരങ്ങൾ തേടുകയാണ് ഈ പട്ടാമ്പി സ്വദേശി. ഖത്തർ എനർജി ഫിനാൻസ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന അബ്ദുൽ നാസർ പഠനകാലം മുതൽ തന്നെ കായിക മത്സരങ്ങളിൽ സജീവമായിരുന്നു. ഞാൻ ജനിച്ചു വളർന്നത് ശരിക്കും ഗ്രാമപ്രദേശമായ പട്ടാമ്പിയിലെ നെടുങ്ങോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വയൽ, പുഴ, ഇങ്ങനെ കുന്നുകൾ, ഇതൊക്കെ ഉള്ളത്. അപ്പോൾ ഫുട്ബോൾ, വോളിബോൾ ഇങ്ങനെയൊക്കെയാണ് ചെറുപ്പം. അപ്പോൾ സ്കൂൾ കോളേജ് സമയങ്ങളിൽ എല്ലാം വളരെ ആക്റ്റീവായിരുന്നു. അത് ഫുട്ബോളായാലും വോളിബോളായാലും ക്രിക്കറ്റായാലും അത്ലറ്റിക് ഷോർട്ട് ഡിസ്റ്റൻസ് ആണെങ്കിലും. പിന്നെ കോളേജ് സമയത്ത് ബികോം സമയത്ത് ഷാവലിംഗ് കുംഫു പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം CA ചേർന്നതോടുകൂടി അതെല്ലാം മാറ്റിവെച്ച് ഒരു മുഴുവൻ സമയം പഠനത്തിൽ ഫോക്കസ് ചെയ്തു, ഒരു കാര്യവും ഇല്ലാതെ. പിന്നീട് റീസെൻ്റ്ലി ഖത്തറിൽ വന്നതിന് ശേഷം ജോബിലാണെങ്കിലും മിഡിൽ മാനേജ്മെൻറ്റ് ലെവലിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം കുറച്ചൊക്കെ ടൈം കിട്ടുന്നു. അപ്പോൾ വീണ്ടും ആ ഒരു നമ്മളുടെ ആ പാഷനിലോട്ട് തിരിച്ചു പോക്ക് അതാണ് ഉണ്ടായിട്ടുള്ളത്. പ്രവാസ ലോകത്തെ ഒഴിവ് സമയങ്ങളിൽ നടന്നു തുടങ്ങിയ നാസർ പതിയെ നടത്തത്തിന്റെ ഗിയർ മാറ്റി. ലോകമെങ്ങുമുള്ള വൻ നഗരങ്ങളിലെ മാരത്തണുകളിലേക്കാണ് പിന്നീട് അദ്ദേഹം ഓടിക്കയറിയത്. ഇന്നിപ്പോൾ ഈ ഓട്ടം ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അത് തുടക്കത്തിൽ നമുക്ക് വളരെ പ്രയാസമായിട്ട് തോന്നും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു ലൈഫ് സ്റ്റൈലിൻ്റെ പാർട്ടായി. ഇപ്പോൾ 7 ദിവസത്തിൽ 6 ദിവസവും ഇപ്പോൾ ഒരു 1-1.5 മണിക്കൂർ ഇതിലേതെങ്കിലും ഒന്നിനു വേണ്ടിയിട്ട് ചിലവഴിക്കുന്നു. അതിന് നല്ലൊരു ഉത്സാഹം കിട്ടുന്നു, ഹാപ്പിനെസ് കിട്ടുന്നു. അപ്പോൾ അതൊരു ടഫ് ഒരു വളരെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. 90 കിലോമീറ്റർ ദൂരമുള്ള ഖത്തറിലെ അൾട്രാ റൺ, ദക്ഷിണാഫ്രിക്കയിലെ കോമ്രേഡ് മാരത്തൺ, മലകളും കുന്നുകളും നിറഞ്ഞ പാതയിലൂടെയുള്ള ഒമാനിലെ UTMB തുടങ്ങിയവയും നാസർ ഓടിത്തീർത്തു. നീന്തലും സൈക്ലിങ്ങും ഓട്ടവും ഉൾപ്പെടുന്ന അയൺമാൻ ട്രയാത്തലൻ അടക്കം ഓട്ടത്തിലെ അതികഠിനമായ പരീക്ഷണങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന്റെ സന്തോഷത്തിലാണ് നാസർ. മീഡിയ 1, ദോഹ.